ഹായ് ഗൈസ്, അപ്പം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഈ സ്പീഡ് ബ്രിഡ്ജ് എങ്ങനെ ചെയ്യാമെന്നാണ്. ഇപ്പം ഓൾമോസ്റ്റ് എല്ലാവർക്കും സ്പീഡ് ബ്രിഡ്ജ് ചെയ്യാൻ അറിയാം, പക്ഷെ അറിയാത്തവരുണ്ടാവും. അവർക്ക് വേണ്ടിയാണ് കേട്ടോ ഗൈസ് ഈ വീഡിയോ. അപ്പം നേരെ വീഡിയോയിലേക്ക് പോവാം. ഫ്ലാറ്റുകളുടെ അടുത്തേക്കുണ്ട് കേട്ടോ ഗൈസ്, ഫ്ലാറ്റ്. അതിന് ശേഷം നമുക്ക് വൂളെടുക്കാം കേട്ടോ ഗൈസ്. നമുക്ക് നിങ്ങൾ സാധായിട്ട് ഇങ്ങനെ പോകുന്ന ആൾക്കാരാണ് നിങ്ങൾ. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ സ്പീഡൊന്ന് കൂട്ടി ഇങ്ങനെ പോവാം. അപ്പം നമ്മൾ ഇവിടെ നിൽക്കുമ്പോൾ അല്ലേ ഗൈസ്, നമ്മളിങ്ങനെ ഓടാൻ ഉപയോഗിക്കുന്ന ബട്ടൺ നിൽക്കരുത്. നമ്മൾ നടക്കൂലേ, അങ്ങനെയാണ് സ്പീഡ് ബ്രിഡ്ജ് ചെയ്യേണ്ടത്. ഇങ്ങനെ വെച്ചാണ്ട് ഇങ്ങനെ നെക്കി ഇങ്ങനെ കൊടുക്കുക. ഒന്നുകൂടി പറഞ്ഞുതരാം. നമ്മൾ ഓടാൻ ഉപയോഗിക്കുന്ന ബട്ടൺ നെക്കരുത് ഒരിക്കലും. നടന്നാണ്ട് ഇതിൻ്റെ സ്പീഡ് ബ്രിഡ്ജ് ഇപ്പം ഇങ്ങനെ നല്ല സ്പീഡ് ബ്രിഡ്ജ് ചെയ്യാൻ ഇഷ്ടമുള്ള ആൾക്കാരൊക്കെയാണ് നിങ്ങൾക്ക് അറിയാം. നിങ്ങൾ ഇങ്ങനെ കേൾക്കും ബെഡ് ഡോർസിലും അല്ലെങ്കിൽ സ്കൈ വാറിലൊക്കെ സ്പീഡ് ബ്രിഡ്ജ് ഇങ്ങനെയൊക്കെ ബ്രിഡ്ജ് ചെയ്തിട്ടുണ്ടാവുക. ഇതിലേറെ എളുപ്പമുള്ളൊരു വഴിയുണ്ട്, ഞാൻ പറഞ്ഞുതരാം. ഗൈസ് ഈ ബ്ലോക്കിൻ്റെ അവിടെ ബ്ലോക്ക് വെക്കുക. നമ്മൾ നിൽക്കുന്ന സ്ഥലത്തിൻ്റെ മേലേക്ക് ഒരു ബ്ലോക്ക് വെക്കുക. അതിന് ശേഷം മുന്നിലിങ്ങനെ വെക്കുക, നടക്കുക, മുന്നിലിങ്ങനെ വെക്കുക. ഇങ്ങനെ പ്രാക്ടീസ് ചെയ്ത് ലാസ്റ്റ് നമുക്ക് സ്പീഡ് ബ്രിഡ്ജ് ശരിക്കും ചെയ്യാൻ കഴിയുള്ളൂ കേട്ടോ ഗൈസ്. ഓടരുത് ഒരിക്കലും, അതാണ് മെയിൻ കാര്യം. ഓടാതെ അതേപോലെ ഇത് ഈ വെക്കേണ്ട സാധനം നെക്കി ഇങ്ങനെ പിടിക്കും ചെയ്യരുത്. നെക്ക വിടുക അങ്ങനെ. ഓക്കെ, അങ്ങനെ. സോറി ഗൈസ്, ഞാൻ കുറച്ച് കൊല്ലമായിട്ട് ഞാൻ പഠിക്കുന്നുണ്ട് കേട്ടോ ഗൈസ്. സ്പീഡ് ബ്രിഡ്ജ് ഞാൻ കുറേ പഠിച്ചതിന് ശേഷമാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. വെക്കുക ഇങ്ങനെ ഇത്ര ഉള്ളു പണി. ഇങ്ങനെയാണ് സ്പീഡ് ബ്രിഡ്ജ് ചെയ്യുക. എനിക്കിങ്ങനെ ഒരു 500 ബ്ലോക്ക് സംതിങ് ഇങ്ങനെ പോകാൻ കഴിയും. അതിന് ശേഷം നമ്മളിത് ഇങ്ങനെ ചെയ്ത് പഠിച്ചവർക്ക് എളുപ്പമാണ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ചെയ്താൽ മതി. ഈ സാധനം നെക്കരുത് ഒരിക്കലും. നെക്കാതെ ഇവിടെ വെക്കുക. എന്നിട്ട് ഇങ്ങനെ നമ്മളിപ്പോൾ ബെഡ് റോക്ക് അടിച്ചാലാണ് കേട്ടോ ഞാനീ പറയാം. ഈ സ്പീഡ് ബ്രിഡ്ജിങ് ഒരിക്കലും നെക്കി പിടിക്കരുത്. നെക്കി പിടിച്ചാൽ എന്താ സംഭവിക്കുക ഞാൻ പറഞ്ഞേരേ. കണ്ടോ, നെക്കി പിടിച്ചാൽ നമുക്ക് വെക്കാൻ കഴിയില്ല. അതിനോണ്ടാണ് ഈ നെക്കി പിടിക്കരുതെന്ന് പറയുന്നത് കേട്ടോ ഗൈസ്. നമുക്ക് സ്പീഡ് ബ്രിഡ്ജിങ് ചെയ്യാൻ കഴിയും. ഇങ്ങനെ ഓടാതെ ഇങ്ങനെ നടക്കുക. അതായത് ഫുൾ സ്പീഡിൽ ഇങ്ങനെ നടന്നാണ്ട് ഇങ്ങനെ നെക്ക വിട ഇങ്ങനെ വെച്ചാൽ മതി. നമുക്ക് സ്പീഡ് ബ്രിഡ്ജിങ് സിമ്പിളായിട്ട് ചെയ്യാൻ കഴിയും. പിന്നെ ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം, ഈ നടുവിലുള്ള ഈ ബട്ടന്, അതായത് ഈ നടുവിലിങ്ങനെ പ്ലേസൊക്കെ ഉപയോഗിക്കില്ലേ, നടുവിലിങ്ങനെ ഒരു ഇത് വരുന്നത്, അങ്ങനെ ചെയ്യാമെന്ന് ഞാൻ അടുത്ത വീഡിയോയിൽ ചെയ്ത് എടുത്തുതരാം ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഇരിക്കുന്നു. ഇങ്ങനെ സ്പീഡ് ബ്രിഡ്ജ് ചെയ്യേണ്ട ഈ മെത്തേഡ് നല്ല ഈസി ആയിട്ടുള്ള മെത്തേഡാണ് ഗൈസ്. ഇനി ഇതേപോലത്തെ മൈൻക്രാഫ്റ്റിൻ്റെ കുറേ ടിപ്സ് ആൻഡ് ട്രിക്സുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. എന്നാലേ നമുക്കൊരു ഇത്രയും കഷ്ടപ്പെട്ട് വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്ത് വിടണ്ടേ ഗൈസ്. അപ്പം അതിനുള്ള പ്രയോറിറ്റി കിട്ടുള്ളൂ. അപ്പം എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ ഗൈസ്. ഓക്കെ, ബൈ.